3D ജോമെട്രിയുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, ആദ്യത്തെ പാർട്ട് വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 6 ചോദ്യങ്ങൾ ചെയ്തായിരുന്നു. അതിൻ്റെ ബാക്കി ഒരു 2, 4, 6, 7 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ എക്സ്പ്ലനേഷൻസ് കണ്ട് നോട്ട് എഴുതി നന്നായിട്ട് പഠിച്ചു പോവുക. നമുക്ക് ഒത്തിരി സമയം കളയണ്ട, ഓരോ ചോദ്യങ്ങൾ നോക്കിയാലോ? നോക്കാം. അതിലാദ്യത്തേത് ഒരു വൃത്തസ്തൂപികയുടെ കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൃത്തസ്തൂപിക ആരാണെന്നും അവനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പൊക്കിയെടുക്കാം അല്ലേ. സോ ഞാനൊരു വൃത്തസ്തൂപിക വരയ്ക്കുവാണെങ്കിൽ മക്കളെ, വൃത്തസ്തൂപികയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ കോൺ എന്നാണ് പറയുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ വൃത്തസ്തൂപിക. ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഇത് അതിൻ്റെ ഹൈറ്റാണ്. യെസ്, ഇത് അതിൻ്റെ റേഡിയസ് ആണ്. ഇതതിൻ്റെ ചെരിവുയരം അല്ലെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ പാർശ്വോന്നതി എന്നൊക്കെ പറയും. അപ്പം ഇത്രയാണ് ഇതിൻ്റെ അളവുകൾ. താഴ്വശത്താണ് എന്ത്? റേഡിയസ്. ഇതതിൻ്റെ റേഡിയസ്, ആരം ആണല്ലോ. കാരണം ഈ താഴ്വശം ഒരു വൃത്തമല്ലേ അല്ലേ. ഈ ഷേപ്പിന് പറയുന്ന പേരെന്താ മക്കളെ? ഈ ഷേപ്പിന് പറയുന്ന പേര് കോൺ എന്നാണ്. മലയാളത്തിൽ പറയുന്ന പേര് വൃത്തസ്തൂപിക എന്നാണ് അല്ലേ. കോണിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാം. കോൺ ഐസ്ക്രീം ഒക്കെ അടിച്ച് കയറ്റാറുള്ളതല്ലേ. അപ്പം ഇത് വൃത്തസ്തൂപികയാണ് കേട്ടോ, വൃത്തസ്തൂപികയാണേ. അപ്പം കോൺ എന്നും വൃത്തസ്തൂപിക എന്നും ഇതിനെ പറയും. മലയാളത്തിൽ വൃത്തസ്തൂപിക അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കോൺ. ഓക്കെ, ഇതിൻ്റെ അളവുകൾ താഴ്വശത്തെ ഇതാണ് അതിൻ്റെ റേഡിയസ്, ആരം. ഇതാണ് അതിൻ്റെ ഹൈറ്റ്, ഉന്നതി, ഹൈറ്റ് കേട്ടോ. ഇനി ഇതാണ് അതിൻ്റെ ചെരിവുയരം. ചെരിവുയരം എന്ന് പറയും, ചെരിഞ്ഞ നീളമല്ലേ, ഉയരമല്ലേ. അല്ലെങ്കിൽ പാർശ്വോന്നതി എന്ന് പറയും, ഇംഗ്ലീഷിൽ സ്ലാൻഡ് ഹൈറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, ഇത്രയൊക്കെയാണ്. ഇനി ഇതിൻ്റെ അളവുകളൊക്കെ അറിയണമെങ്കിൽ മക്കളെ, ഇതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/3 πr²h ആണ്. ഇതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? 1/3 πr²h. എന്താ ഇതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ? 1/3 πr²h. എന്താ ഇതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ? 1/3 πr²h. ഓക്കെ, ഇനി മക്കളെ, ഇതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയും. അതായത് താഴെ ഒരു വൃത്തമല്ലേ, താഴത്തെ മാത്രം ഏരിയയ്ക്ക്, അതായത് ഈ താഴ്വശത്തെ ഇത്രയും ഭാഗത്തിൻ്റെ മാത്രം ഏരിയയ്ക്ക് നമ്മൾ ബേസ് ഏരിയ എന്നാണ് പറയുന്നത്. ബേസ് ഏരിയയുടെ ഇക്വേഷൻ വൃത്തത്തിൻ്റെ ഇക്വേഷൻ തന്നെ, വൃത്തത്തിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ തന്നെ. കാരണം ഒരു ബേസ് ഒരു വൃത്തമാണല്ലോ. അപ്പോൾ ബേസ് ഏരിയ വൃത്തത്തിൻ്റെ ഏരിയ. സോ ബേസ് ഏരിയ πr² എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തെ ഏരിയ അല്ലേ മക്കളെ. അതാണ് ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. ആണോ? ഇതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തെ ഏരിയ കണ്ടോ, വളഞ്ഞ ഭാഗത്തെ ഏരിയ. ഇതിൻ്റെ വളഞ്ഞിരിക്കുന്ന ഭാഗത്തെ ഏരിയയ്ക്ക് നമ്മൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും കേട്ടോ. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ πr/l എന്നാണ്. പഠിച്ചോണം കേട്ടോ. ഈ വളഞ്ഞിരിക്കുന്ന, ഉരുണ്ടിരിക്കുന്ന ഈ ഭാഗത്തെ വിസ്തീർണത്തിന് നമ്മൾ വക്ര തല വിസ്തീർണം എന്ന് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ πr/l. ഓക്കെ, അടുത്തത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ഈ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉപരിതല വിസ്തീർണം, പുറമേ ഉള്ള എല്ലാത്തിൻ്റെയും കൂടെ വിസ്തീർണം എന്നാണ്. അപ്പോൾ താഴെ ഒരു വൃത്തമുണ്ട്, ചുറ്റിനും ഒരു റൗണ്ട് ആയിട്ടുള്ള ഭാഗമുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ആകെ വിസ്തീർണമാണ് ഈ ടോട്ടൽ സർഫസ് ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് πr² πr/l കൂട്ടുന്നതായിരിക്കും. ആണോ? സോ ഇതിൽ നിന്ന് ഏത് പുറത്തെടുക്കാം മക്കളെ? πr പുറത്തെടുത്താൽ ബാക്കി r+l എന്ന് കിട്ടും കേട്ടോ. r+l. അപ്പോൾ πr×r+l ആണ് മക്കളെ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് കോണിൻ്റെ അളവുകൾ. വോളിയം 1/3 πr²h ആണോ? ഇതിൻ്റെ താഴത്തെ ഏരിയ πr², ചുറ്റുമുള്ള ഭാഗത്തെ കർവ്ഡ് സർഫസ് ഏരിയ πr/l, ടോട്ടൽ സർഫസ് ഏരിയ πr×r+l. ഇവിടെ എന്ത് കാണാനാ? ഇതിൻ്റെ വക്രതലത്തിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. കർവ്ഡ് സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, πr/l ആണ്. πr/l
വക്രതല വിസ്തീർണം അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ πr കേട്ടോ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏത് ഘനരൂപം 3D ഷേപ്പിനാണ് രണ്ട് മുഖങ്ങളുള്ളത്? ഏതിനാ മക്കളെ രണ്ട് മുഖങ്ങളുള്ളത്? കോണിനല്ലേ. കോണിന് രണ്ട് മുഖങ്ങളല്ലേ ഉള്ളത് അല്ലേ? ദേ ഈ താഴെ ഒരു മുഖമുണ്ട്, ഇതൊരു മുഖമല്ലേ? ആണ്. പിന്നെ ഫുൾ റൗണ്ട് ഒരു മുഖമല്ലേ? ഈ ഫുൾ റൗണ്ട് ഒരു മുഖമല്ലേ? അങ്ങനെ രണ്ട് മുഖങ്ങളുള്ള രൂപമാണ് ഏത്? കോൺ. രണ്ട് ഫേസസ്, രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് താഴ്വശം, ഒന്ന് ഈ ഒറ്റ റൗണ്ട്. അങ്ങനെ രണ്ട് മുഖങ്ങൾ കേട്ടോ. ശരി, അടുത്തത്, രാജു പാദത്തിൻ്റെ ആരങ്ങൾ തുല്യമായതും ഉയരങ്ങൾ തുല്യമായതുമായ ഒരു വൃത്തസ്തംഭാകൃതിയിലുള്ള കളിപ്പാട്ടവും വൃത്തസ്തൂപികാകൃതിയിലുള്ള കളിപ്പാട്ടവും ഉപയോഗിച്ച് വെള്ളം കോരി ഒഴിച്ച് കളിക്കുന്നു. ഓക്കെ, അപ്പോൾ രാജു രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വൃത്തസ്തംഭാകൃതിയിലുള്ള കളിപ്പാട്ടം. വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാണ് നമ്മുടെ വൃത്തസ്തംഭം. നമ്മൾ ഇംഗ്ലീഷിൽ സിലിണ്ടർ എന്ന് പറയും. കണ്ടോ, ഇതാണ് നമ്മുടെ വൃത്തസ്തംഭം. കണ്ടോ, വൃത്തസ്തംഭം, സിലിണ്ടർ. ഓക്കെ, ഇനി വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോൺ, അതാണ് വൃത്തസ്തൂപിക. ഒരെണ്ണം വൃത്തസ്തംഭം, ഒരെണ്ണം വൃത്തസ്തൂപിക. കണ്ടോ, ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ സിലിണ്ടർ എന്നും ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ കോൺ എന്നും പറയും. ഇതിന് മലയാളത്തിൽ വൃത്തസ്തംഭം എന്നും ഇതിന് മലയാളത്തിൽ വൃത്തസ്തൂപിക എന്നും പറയും. ഓക്കെ, അപ്പം ഈ രണ്ട് കളിപ്പാട്ടങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്നു. ഇതിൻ്റെ ഹൈറ്റ് തന്നെയാണ് ഇതിൻ്റെയും ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് തന്നെയാണ് ഇതിൻ്റെയും റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇനി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞേ? വൃത്തസ്തൂപികാകൃതിയിലുള്ള കളിപ്പാട്ടത്തിൽ നിറയെ വെള്ളം എടുക്കും. സോ ഇതിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ടൊഴിക്കും. ആണോ? എങ്കിൽ എത്ര പ്രാവശ്യം വെള്ളം ഒഴിച്ചാലാണ് ആ വൃത്തസ്തംഭം നിറയുന്നതെന്നാണ് ചോദ്യം. ഓക്കെ ആണോ മക്കളെ? അതായത് ഇതിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഇതിൽ നിറയെ വെള്ളം, ഇത് തിരിച്ചു പിടിക്കും കേട്ടോ, ഇങ്ങനെ പിടിക്കും. ഓക്കെ, ഇങ്ങനെ പിടിക്കും. ഇതിൽ നിറയെ വെള്ളം എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് ഒഴിക്കും. അങ്ങനെ എത്ര തവണ ഒഴിച്ചാലാണ് ആ വൃത്തസ്തംഭാകൃതിയിലുള്ള പാത്രം വൃത്തസ്തംഭാകൃതിയിലുള്ള പാത്രം നിറയുന്നതെന്നാണ് ചോദ്യം. അത് മനസ്സിലാവാൻ ഇതിൻ്റെ വോളിയങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി മക്കളെ. ഇതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ πr²h ആണ്. എന്നാൽ ഇതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ 1/3 πr²h ആണ്. കണ്ടോ, ആദ്യത്തേൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ πr²h, രണ്ടാമത്തേൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ 1/3 πr²h. അതായത് ദാസ ഇതിൻ്റെ വോളിയത്തിൻ്റെ 1/3 ഇതിൻ്റെ വോളിയം. റേഡിയസും ഹൈറ്റും രണ്ടിടത്ത് സെയിമാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയത്തിൻ്റെ 1/3 ഇതിൻ്റെ വോളിയം. അപ്പം ഇത് 3 തവണ വെള്ളം നിറച്ച് ഇങ്ങോട്ട് ഒഴിച്ചാലാണ് ഇത് നിറയാൻ പോകുന്നത്. കാരണം ഇതിൽ കൊള്ളുന്നതിൻ്റെ 1/3 ഇതിൽ കൊള്ളുള്ളൂ. അതായത് ഇതിൽ കൊള്ളുന്നതിൻ്റെ 3 ഇരട്ടി ഇതിൽ കൊള്ളും, അങ്ങനെയും പറയാം അല്ലേ? അപ്പം 3 തവണ വെള്ളം എടുത്ത് ഒഴിച്ചാലേ ആ വൃത്തസ്തംഭാകൃതിയിലുള്ള പാത്രം നിറയത്തുള്ളൂ. സോ ആൻസർ 3. അപ്പോൾ എന്താ ഇവിടുന്ന് മനസ്സിലാക്കുന്നത്? ഈ സിലിണ്ടറിൻ്റെ വോളിയവും കോണിൻ്റെ വോളിയവും തമ്മിൽ പഠിക്കാൻ എളുപ്പമാണ്. സിലിണ്ടറിൻ്റെ വ്യാപ്തം πr²h, കോണിൻ്റെ വ്യാപ്തം അതിൻ്റെ 1/3 1/3 πr²h. സിലിണ്ടറിൽ കൊള്ളുന്നതിൻ്റെ 1/3 വെള്ളമേ കോണിൽ കൊള്ളത്തുള്ളൂ. അപ്പോൾ കോണിൽ വെള്ളം നിറച്ച് ഒഴിക്കാൻ പോയാൽ 3 തവണ ഒഴിച്ചാലേ സിലിണ്ടർ നിറയത്തുള്ളൂ. ആൻസർ 3. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വൃത്തസ്തൂപികയുടെ, നമുക്ക് വൃത്തസ്തൂപിക വരച്ചാലോ ആദ്യം? യെസ്, ഒരു വൃത്തസ്തൂപിക വരച്ചു. വൃത്തസ്തൂപിക ആരം 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആണ് ആരം. ഉയരം 8 സെൻറ്റിമീറ്റർ, ഉയരം 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പാർശ്വോന്നതി, അതായത് ഇതാണ് സ്ലാൻഡ് ഹൈറ്റ്. ഞാൻ പറഞ്ഞു സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ പാർശ്വോന്നതി. പാർശ്വോന്നതി എത്ര എന്നാണ് ചോദ്യം. സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ പാർശ്വോന്നതി എത്ര? അപ്പോൾ ഒരു വൃത്തസ്തൂപികയുടെ ആരം 6 സെൻറ്റിമീറ്റർ ആണെന്നും ഉന്നതി 8 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. എങ്കിൽ അതിൻ്റെ പാർശ്വോന്നതി എത്ര എന്നാണ് ചോദ്യമേ. ഓക്കെ മക്കളെ, ഇവിടെ ഒരു മട്ടത്രികോണം ഫോം ആകുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടോ, ഇതൊരു മട്ടത്രികോണം അല്ലേ? ആ മട്ടത്രികോണത്തിൻ്റെ പാദം അറിയാം, ലംബം അറിയാം, കർണമല്ലേ കണ്ടുപിടിക്കണ്ടേ? സോ കർണം, ഹൈപ്പോടെന്യൂസ് കാണാൻ ഇക്വേഷൻ എന്താ? √ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ?
സോ √64 + 36 അല്ലേ? സോ √100 അല്ലേ? √100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ഹൈപ്പോടെന്യൂസ് 10 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, 10. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? സോ ഹൈപ്പോടെന്യൂസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. അപ്പം ഒരു സൈഡ് 6 ഒരു സൈഡ് 8 ആണെങ്കിൽ അതിൻ്റെ കർണം 10 ആയിരിക്കും അല്ലേ? ഒരു സൈഡ് 6 ഒന്ന് 8 ആണെങ്കിൽ അടുത്ത് 10. 6 8 10. ഒന്ന് 6 ഒന്ന് 8 ആണെങ്കിൽ അടുത്ത് 10 ആയിരിക്കും. നമ്മളത് പഠിച്ചിട്ടുണ്ട്. 6 8 അടുത്ത് 10 ആയിരിക്കും കേട്ടോ. ശരി, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം, ഒരു ക്യൂബിൻ്റെ അടുത്ത കഥാപാത്രം ആരാണ്? അടുത്ത കഥാപാത്രം ഒരു ക്യൂബാണ് അല്ലേ? ക്യൂബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മലയാളത്തിൽ സമചതുരക്കട്ട എന്ന് പറയുന്നയാൾ ആണോ? ഇതാണ് നമ്മുടെ ക്യൂബ്. ഇവനെ നമ്മൾ ക്യൂബ് അല്ലെങ്കിൽ സമചതുരക്കട്ട എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എല്ലാ വശത്തിനും ഒരേ നീളമാണ് ആണോ? ഇതാണ് ക്യൂബ് അല്ലെങ്കിൽ സമചതുരക്കട്ട. ഓക്കെ, ക്യൂബ് ആണോ? ക്യൂബ് അല്ലെങ്കിൽ സമചതുര കട്ട. ക്യൂബ് അല്ലെങ്കിൽ സമചതുരക്കട്ടയാണ് ഇത്. ക്യൂബ് അല്ലെങ്കിൽ സമചതുരക്കട്ട. ഓക്കെ, ഈ ക്യൂബിൻ്റെ അളവുകളൊക്കെ ഒന്ന് പഠിച്ചാലോ? എന്താ ക്യൂബിൻ്റെ വോളിയം? ക്യൂബിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എ ക്യൂബ്. ക്യൂബിൻ്റെ വോളിയം വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എ ക്യൂബ്. ഇനി ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എല്ലാത്തിൻ്റെയും കൂടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 6a² ആണ്. കാരണം മക്കളെ, ഒരു മുഖത്തിൻ്റെ വിസ്തീർണം a² അല്ലേ? ഒരു മുഖത്തിൻ്റെ വിസ്തീർണം a² അല്ലേ? അങ്ങനെ ചുറ്റിനും 6 മുഖങ്ങളല്ലേ ഉള്ളത്? അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ വിസ്തീർണം 6a². ഇനി ഇതിൻ്റെ വികർണത്തിൻ്റെ നീളം, ഇതിന് 4 വികർണങ്ങളുണ്ട്. വികർണത്തിൻ്റെ നീളം √3a ആണ്. √3 × a ആണ്. ഒരു ക്യൂബിൻ്റെ സമചതുരക്കട്ടയുടെ വികർണത്തിൻ്റെ നീളം √3 × a ആണ്. a എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വശമാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ഇത്രയാണ്. വോളിയം എ ക്യൂബ്, ഉപരിതല വിസ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ 6a² ആണ്. ഇതിൻ്റെ വികർണത്തിൻ്റെ നീളം √3 × a ആണ്. ഇവിടെ എന്ത് കാണാനാണ് ചോദിച്ചേക്കുന്നത്? ഉപരിതല വിസ്തീർണം. ഉപരിതല വിസ്തീർണത്തിന് ഇക്വേഷൻ എന്താ? 6a² ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 6a² ആണ്. ക്ലിയർ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 ഇഞ്ച് വശത്തിൻ്റെ നീളമുള്ള ഒരു സമചതുരക്കട്ടയുടെ, ഓക്കെ, അപ്പം നമുക്ക് ആ സാഹചര്യം ഒന്ന് വരയ്ക്കാം. ഒരു സമചതുരക്കട്ടയുടെ കാര്യമാണ് ഇവർ ചോദ്യത്തിൽ പറയുന്നത് ആണോ? എസ്, ഒരു സമചതുരക്കട്ട, അതിൻ്റെ വശം 4 ഇഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ? എസ്. ഓക്കെ, 4 ഇഞ്ച് വശമുള്ള ഒരു സമചതുരക്കട്ടയുടെ കാര്യമാണ് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഒരു സമചതുരക്കട്ട, അതിൻ്റെ വശത്തിൻ്റെ നീളമാണ് 4 ഇഞ്ച്. 4 ഇഞ്ച് വശമുള്ളതാണ്. ഓക്കെ, എതിർമുഖങ്ങളിൽ ചുവപ്പ്, പച്ച, കറുപ്പ് എന്നീ ക്രമത്തിൽ പെയിൻ്റ് അടിക്കുന്നു. അപ്പോൾ വലിയൊരു ക്യൂബാണ്. യെസ്, ഈ ക്യൂബിൻ്റെ പ്രത്യേകത ഇതിൻ്റെ എല്ലാ ഫേസിലും കളറുകൾ അടിച്ചിട്ടുണ്ട് ആണോ? ഈ വലിയൊരു ക്യൂബാണ്, ഇങ്ങോട്ട് മാറ്റി വെക്കാം. യെസ്, ഈ ക്യൂബിൻ്റെ എല്ലാ വശങ്ങളിലും കളർ അടിച്ചിട്ടുണ്ട് മക്കളെ. 6 വശങ്ങളല്ലേ? എതിർവശങ്ങളിലെല്ലാം കളർ അടിച്ചെന്ന് പറഞ്ഞാൽ 6 വശങ്ങളുണ്ട്. 6 വശങ്ങളിൽ ഓരോടത്തും കളർ അടിച്ചിട്ടുണ്ട്. 4 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു സൈഡ്. 4 ഇഞ്ച് വശമുള്ളതാണ്, സൈഡുള്ളതാണ്. ഇതിൻ്റെ എല്ലാ മുഖങ്ങളിലും കളർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ക്യൂബിനെ 1 ഇഞ്ച് നീളമുള്ള ചെറിയ ക്യൂബുകളായി മുറിക്കുകയാണെങ്കിൽ 3 മുഖങ്ങളിൽ പെയിൻ്റായ ചെറിയ ക്യൂബുകളുടെ എണ്ണം എത്ര? മക്കളെ, ഈ വലിയ ക്യൂബിൻ്റെ എല്ലാ വശത്തും എന്തുണ്ട്? വലിയ ക്യൂബിൻ്റെ എല്ലാ വശത്തും കളറുണ്ട്. ഇതിനെ 1 ഇഞ്ച് വലിപ്പമുള്ള ചെറിയ ക്യൂബുകളായിട്ട് മുറിച്ചാൽ 3 വശങ്ങളിലും കളറ് പറ്റിയിരിക്കുന്ന എത്ര ക്യൂബുകളുണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിനെ ചെറിയ ക്യൂബുകളായിട്ട് മുറിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ശരിയാണോ? ഓക്കെ, 1 ഇഞ്ച് വശമുള്ള ചെറിയ ക്യൂബുകളായിട്ട് മുറിക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ വരും ആണോ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാവേ, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. ഇനി ഇതുണ്ടോ? യെസ്, അളവ് നോക്കണ്ട, ഷേപ്പൊന്നും നോക്കണ്ട, തൽക്കാലം ചുമ്മാ റഫായിട്ടങ്ങ് വരയ്ക്കാം. ഓക്കെ, ഓക്കെ,
ഇങ്ങനെ വലിയ ക്യൂബിനെ ചെറിയ ക്യൂബുകളായിട്ട് മുറിച്ചു, 1 ഇഞ്ച് സൈസുള്ള ക്യൂബുകളായിട്ട് മുറിച്ചു കേട്ടോ. 1 ഇഞ്ച് സൈസുള്ള ക്യൂബുകളായിട്ട് മുറിച്ചു. എന്നിട്ട് ചോദിക്കുവാണ് 3 വശങ്ങളിലും കളറ് പറ്റിയിരിക്കുന്ന എത്ര ചെറിയ ക്യൂബുകൾ കാണുന്നു. നമുക്കറിയാം മക്കളെ, എല്ലാ വശവും കളർ ചെയ്തിരിക്കുന്ന വലിയ ക്യൂബിനെ ചെറിയ ക്യൂബുകളായിട്ട് മുറിച്ചാൽ ഒരു വശത്ത് പോലും കളറില്ലാത്ത ക്യൂബുകൾ അവിടെ കാണും. എവിടെയാണ് അത് കാണുന്നേ? ഇതിൻ്റെ അകത്തുള്ള ചെറിയ ക്യൂബുകൾക്ക് ഏതെങ്കിലും സൈഡ് കളർ കാണും? ഇല്ല. ഒരു വശത്ത് മാത്രം കളറുള്ള ക്യൂബുകളും കാണും. ഇപ്പം എക്സാമ്പിൾ, ഈ ക്യൂബിൻ്റെ ഒരു വശത്തെ കളറുള്ളൂ, ബാക്കി അകത്തേക്കാണ്. ഇതിൻ്റെ ഒരു വശത്തെ കളറുള്ളൂ, ഇതിൻ്റെയൊക്കെ ഒരു വശത്തെ കളറുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു വശത്ത് മാത്രം കളറുള്ള ക്യൂബുകൾ കാണും. 2 വശങ്ങളിൽ മാത്രം കളർ പറ്റിയിരിക്കുന്ന ക്യൂബ്, ചെറിയ ക്യൂബ് കാണും. അതെങ്ങനെയാണ്? ഇതുണ്ടോ, ഈ ഒരു ക്യൂബിൻ്റെ ഇവിടെയും കളറുണ്ട്, ബാക്കി അകത്തേക്കല്ലേ. അപ്പോൾ 2 വശങ്ങളിൽ മാത്രം കളറുള്ള ക്യൂബുകളുണ്ട്. ഇനി 3 വശങ്ങളിലും കളർ പറ്റിയിരിക്കുന്ന ക്യൂബുകൾ കാണും. കണ്ടോ, മൂലക്കിരിക്കുന്ന ക്യൂബുകളിൽ 3 വശങ്ങളിലും കളർ കാണില്ലേ, അല്ലേ? അപ്പം നമുക്കറിയാം 8 മൂലയല്ലേ ഉള്ളത്. അപ്പം 3 വശങ്ങളിലും കളറുള്ള ക്യൂബുകളുടെ എണ്ണം 8 അല്ലേ? കാരണം ആകെ 8 മൂലയുള്ള 3 വശങ്ങളിലും കളറുള്ള ക്യൂബുകളുടെ എണ്ണം 8 ആയിരിക്കും. ആണോ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ്? 8 ആണ്. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് വിലയാണ്. നിങ്ങളതിനെ വലിയ ക്യൂബിനെ എത്ര ചെറിയ ക്യൂബായിട്ട് മുറിച്ചെന്ന് പറഞ്ഞാലും 3 വശങ്ങളിലും കളറുള്ള ക്യൂബുകളുടെ എണ്ണം എപ്പോഴും, എല്ലാ മൂലയിലും വരുന്ന ക്യൂബുകൾക്ക് 3 വശങ്ങളിലും കളറുള്ളത്, അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും 8. ഇത് 1 ഇഞ്ചുള്ള ആയിട്ട് മുറിച്ചെന്ന് പറഞ്ഞാലും, 1/2 ഇഞ്ചുള്ള സൈസുള്ളതായിട്ട് മുറിച്ചെന്ന് പറഞ്ഞാലും, 2 ഇഞ്ച് സൈസുള്ളതായിട്ട് മുറിച്ചെന്ന് പറഞ്ഞാലും എല്ലാം 3 വശങ്ങളിലും കളറുള്ള ക്യൂബുകളുടെ എണ്ണം ചോദിച്ചാൽ എപ്പോഴും ഉത്തരം 8 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ബാക്കിയുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാവേ. ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഒരു വശത്ത് പോലും കളറില്ലാത്ത ക്യൂബുകളുടെ എണ്ണം കാണാനാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ n-2 ഓൾ ക്യൂബ് എന്നുള്ളതാണ് മക്കളെ. ഒരു വശത്ത് പോലും കളറില്ലാത്ത ക്യൂബുകളുടെ എണ്ണം കാണാനായിരുന്നു ചോദ്യമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ n-2 ഓൾ ക്യൂബ്. ഇനി ഒരു വശം മാത്രം കളറുള്ളവയുടെ എണ്ണം കാണാനാ ചോദ്യമെങ്കിൽ n-2 ഓൾ സ്ക്വയർ ഇൻറ്റു 6 ആണ് ഇക്വേഷൻ. ഇനി 2 വശങ്ങളിലും കളറുള്ള ക്യൂബുകളുടെ എണ്ണം കാണാനാണെങ്കിൽ n-2 ഇൻറ്റു 12. ഇനി 3 വശങ്ങളിലും കളറുള്ളവയുടെ എണ്ണം കാണാനാണെങ്കിൽ അതെപ്പോഴും 8. ഇതൊന്ന് പഠിക്കണം, ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരു വലിയ ക്യൂബിനെ എല്ലാ വശത്തും കളറടിച്ചിട്ടുണ്ട്, അതിനെ ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് മുറിച്ചു എങ്കിൽ ഒരു വശത്ത് പോലും കളറില്ലാത്ത ക്യൂബുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ n-2 ഓൾ ക്യൂബ്. യെസ്, ഒരു വശം മാത്രം കളറുള്ള ക്യൂബുകളുടെ എണ്ണം കാണാൻ n-2 ഓൾ സ്ക്വയർ ഇൻറ്റു 6. 2 വശങ്ങളിലും കളറുള്ള ക്യൂബുകളുടെ എണ്ണം കാണാൻ n-2 ഇൻറ്റു 12. 3 വശങ്ങളിലും കളറുള്ള ക്യൂബുകളുടെ എണ്ണം എപ്പോഴും കോൺസ്റ്റൻറ്റ് 8. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു സാറേ, എന്താണ് n? യെസ്, എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നെങ്കിൽ n എന്ന് പറഞ്ഞാൽ വലിയ ക്യൂബിൻ്റെ വശം ഡിവൈഡഡ് ബൈ ചെറിയ ക്യൂബിൻ്റെ വശമായിരിക്കും. ചെറിയ ക്യൂബിൻ്റെ വശം. ഓക്കെ, എങ്ങനെ n കണ്ടുപിടിക്കുന്നത്? വലിയ ക്യൂബിൻ്റെ വശത്തെ ചെറിയ ക്യൂബിൻ്റെ വശം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും n. ഈ കേസിൽ വലിയ ക്യൂബിൻ്റെ വശം 4 ഇഞ്ചല്ലേ, ചെറിയ ക്യൂബിൻ്റെ വശം 1 ഇഞ്ചല്ലേ. അപ്പോൾ ഈ കേസിൽ n-ൻ്റെ വില 4. കേൾക്കുന്നുണ്ടോ? അപ്പോൾ വലിയ ക്യൂബിൻ്റെ ഒരു വശവും ചെറിയ ക്യൂബിൻ്റെ ഒരു വശവും തന്നിട്ടുണ്ടെങ്കിൽ n എന്ന് പറഞ്ഞാൽ വലിയ ക്യൂബിൻ്റെ വശം ബൈ ചെറിയ ക്യൂബിൻ്റെ വശമാണ്. ഓക്കെ ആണല്ലോ, അതാണ് n. ഓക്കെ, ഇനി ചിലപ്പം വലിയ ക്യൂബിൻ്റെ വശവും ചെറിയ ക്യൂബിൻ്റെ വശവും തരണം എന്നില്ല, പകരം ചെറിയ ക്യൂബുകളുടെ എണ്ണം തരും. ഈ വലിയ ക്യൂബിനെ കുറേ ചെറിയ ക്യൂബുകളായിട്ട് മുറിച്ചെന്നല്ലേ പറഞ്ഞേക്കുന്നത്, ചെറിയ ക്യൂബുകളുടെ എണ്ണം തരും. മക്കളെ, ചെറിയ ക്യൂബുകളുടെ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ n എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് ചെറിയ ക്യൂബുകളുടെ എണ്ണമായിരിക്കും. ക്യൂബ് റൂട്ട് ഓഫ് ചെറിയ ക്യൂബുകളുടെ എണ്ണമായിരിക്കും. ചെറിയ ക്യൂബുകളുടെ എണ്ണം, ക്യൂബ് റൂട്ട് ഓഫ് ചെറിയ ക്യൂബുകളുടെ എണ്ണം. അപ്പോൾ n 2 രീതിയിൽ കണ്ടുപിടിക്കേണ്ടി വരും. ചോദ്യം തരുന്ന അനുസരിച്ചാണ്. ഒന്നെങ്കിൽ വലിയ ക്യൂബിൻ്റെ വശവും ചെറിയ ക്യൂബിൻ്റെ വശവുമാണ് തന്നിരിക്കുന്നതെങ്കിൽ വലിയ ക്യൂബിൻ്റെ വശം ബൈ ചെറിയ ക്യൂബിൻ്റെ വശമാണ് n. ഇനി ചെറിയ ക്യൂബുകളുടെ എണ്ണമാണ് ചോദ്യം തരുന്നതെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് ചെറിയ ക്യൂബുകളുടെ എണ്ണമാണ് ഉത്തരം. റെഡി അല്ലേ മക്കളെ? ശരി, ഈ 2 രീതി n വരാം കേട്ടോ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യൂബിൽ നിന്ന് വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം
എന്താ ഇക്വേഷൻ? 6a² അല്ലേ? ഓക്കെ, അത് 54 പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അതിൻ്റെ വ്യാപ്തം എത്ര എന്ന് കണ്ടുപിടിക്കണം. ആണോ? ഉപരിതല വിസ്തീർണം 6a² ആണ്, അത് 54. അതിൽ നിന്ന് a² കണ്ടുപിടിക്കാം. a² എന്ന് പറഞ്ഞാൽ 54 ഡിവൈഡഡ് ബൈ 6 ആണോ? സോ 9 എന്ന് കിട്ടും. a² 9 ആണെങ്കിൽ a √9 എന്ന് കിട്ടും. √9 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? ഒരു വശം 3 കിട്ടിയാൽ ചോദിച്ചേക്കുന്ന വ്യാപ്തം കാണാനല്ലേ മക്കളെ? വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ a³ അല്ലേ? അതായത് 3ൻ്റെ ക്യൂബ് അല്ലേ? 3ൻ്റെ ക്യൂബ് 27 അല്ലേ നമ്മുടെ ഉത്തരം? സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ഡയറക്റ്റ് ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാർട്ട് 2വിൻ്റെ 7 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു, മനസ്സിലായി. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കായി കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു മക്കളെ.